നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. വി.ഡി. സതീശനെ കുരുക്കാൻ വിജിലൻസ് നീക്കം. പുനർജനി കേസിൽ സിബിഐ അന്വേഷണത്തിനുള്ള ശുപാർശ മുഖ്യമന്ത്രിക്ക് കൈമാറി. ഒരു വർഷം മുമ്പത്തെ ശുപാർശ പുറത്തു വന്നത് തിരഞ്ഞെടുപ്പായതിനാലെന്ന് പ്രതിപക്ഷ നേതാവ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ അഗ്നിബാധയിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമെന്ന് DGP. പോലീസ് മേധാവി സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന നടത്തി. ബൈക്ക് പാർക്കിംഗ് ഏരിയയിലുണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ചത് 600-ലധികം ബൈക്കുകൾ. ഒഴിവായത് വൻ ദുരന്തമെന്ന് മന്ത്രി K. രാജൻ. തൊണ്ടിമുതൽ കേസിൽ അപ്പീൽ സാധ്യത തേടി ആന്റണി രാജു. ശിക്ഷ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മേൽക്കോടതിയെ സമീപിക്കാൻ നീക്കം. അർഹമായ ശിക്ഷ കിട്ടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷനും അപ്പീൽ നൽകും. വെനിസ്വേലയെ ഇനി അമേരിക്ക ഭരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആവശ്യമെങ്കിൽ ഇനിയും ആക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ്. വെനിസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയും ഭാര്യ അമേരിക്കയിൽ വിചാരണ നേരിടണമെന്ന് ട്രംപ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത വിജിലൻസ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്തു നിന്ന് ഫണ്ട് പിരിച്ചതിൽ ക്രമക്കേടുണ്ടെന്നാണ് വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം വാർത്തയെ പരിഹാസത്തോടെ നേരിട്ട വി.ഡി. സതീശൻ താൻ പേടിച്ചെന്ന് പറഞ്ഞേക്കെന്നാണ് പ്രതികരിച്ചത്. നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് ഷാഫി പറമ്പിൽ MP. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഇലക്ഷൻ സ്റ്റണ്ടാണ് സർക്കാർ നടത്തുന്നത്. തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് പുനർജനി വിഷയം ഉയർത്തിയതെന്നും പരാജയ ഭീതിയാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പ്രതികരിച്ചു. പുനർജനിപ്പിക്കാനും അതിനെ ഡീവിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. യഥാർത്ഥത്തിൽ ഒരു എലക്ഷൻ സ്റ്റണ്ടാണ്. വിനാശകാലയെ വിപരീത ബുദ്ധിയാണ് അവർക്ക് അതിനെ സംബന്ധിച്ച് പറയാൻ. കാരണം അതിലൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും പറയും. കഴിഞ്ഞ 5 വർഷമായിട്ട് അവർ എന്തെല്ലാം ശ്രമങ്ങൾ അവരുടെ തന്നെ വിജിലൻസ് പോലുള്ള സംവിധാനങ്ങളും ഈ കാര്യത്തിലെടുത്ത നിലപാടുകൾ മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും അവരൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളുകളാണ്. ഒന്നും ഇല്ലാത്തൊരു സാധനത്തെ ഇപ്പോൾ ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ അതിൽ തന്നെ പറയുന്നു. ഇപ്പോൾ നിങ്ങൾ പിന്നെ വായിച്ച വാർത്തയിൽ തന്നെ പറയുന്നു 1 വർഷം മുമ്പ് എങ്ങാണ്ട് ഉണ്ടായതാണ്. അപ്പോൾ അത് മുന്നോട്ട് പോകാൻ നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ളത് കൃത്യമായി അറിയുന്നത് കൊണ്ട് അവിടെ മൂടിവെക്കപ്പെട്ട സാധനം ഇപ്പോൾ ഇലക്ഷനോട് അടുക്കുമ്പോൾ മറ്റൊന്നും പറയാനില്ലാത്ത ഭരണം ക്ലോഷറിലേക്ക് നീങ്ങുമ്പോൾ ക്ലോസ് ചെയ്യപ്പെട്ട സാധനങ്ങൾ നോക്കിയെടുത്തിട്ടാണ് ഒരു ഇലക്ഷൻ സ്റ്റണ്ട് നടത്തി നോക്കുക. 100% വിഫലമായ രാഷ്ട്രീയ പരിഗണനമായിട്ടുള്ള ഒരു ഏർപ്പാടായിട്ടുണ്ട്. ജനങ്ങളതിനെ പുച്ഛിച്ച് തള്ളി. കാരണം ഒന്നുമില്ല അതിനകത്ത്. 4-5 വർഷം അതിന് അടയിരുന്ന് നോക്കിയതല്ലേ. അവരുടെ നിയമോപദേശം വിദഗ്ധോപദേശമൊക്കെ കിട്ടിയിട്ട് അതിനകത്തൊന്നും ഇല്ലാന്ന് കണ്ടെത്തിയത് കൊണ്ടായിരുന്നല്ലോ ഇത്രയും കാലം പിടിച്ചു വെച്ചത്. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ അന്നേ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് UDF ഒരാശങ്ക വെക്കാനത്തില്ല. അത് ഇലക്ഷൻ സ്റ്റണ്ടാണ്. അത് ദയനീയമായി പരാജയപ്പെടും. ഇന്നത്തെ ദിവസത്തെ വാർത്താ ഡീവിയേഷനുള്ള ശ്രമങ്ങളാണ്. ഞങ്ങളതൊന്നുമല്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഭരണം ക്ലോഷറിലേക്ക് എത്തിയൊരു ഗവൺമെന്റിന്റെ അവസാനത്തെ അടവുകളിലൊന്നും ഇനി വരാണ്ടാവുമായിരിക്കും ഇങ്ങനത്തെ. പുനർജനി വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരായ CBI അന്വേഷണത്തിൽ പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിദേശ പണം സംബന്ധിച്ച കേസിൽ ഗവൺമെന്റ് ആവശ്യമായ നിലപാടെടുക്കും. വിദേശത്ത് പോയി പണം സ്വരൂപിക്കാനോ അതിനായി യോഗം ചേരാനോ ആർക്കും അവകാശമില്ലെന്നും CBI അന്വേഷണം എല്ലാത്തിൻ്റെയും അവസാനമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര ഏജൻസി സംബന്ധിച്ച് ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ വിദേശത്ത് പോയി പ്രത്യേക യോഗം വിളിച്ച് ചേർത്ത് പണം സ്വരൂപിച്ച് ആ പണത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഈ കേസിൻ്റെ അടിസ്ഥാനം. ആ കേസിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എന്താണോ നിയമപരമായിട്ട് തീരുമാനിക്കുന്നത് ആ തീരുമാനം എടുക്കുക മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞങ്ങളിപ്പോൾ ഒരു ഡിമാൻഡ് പോലെ വേറെ എന്തെങ്കിലും കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെൻറ് ഉചിതമായ പ്രത്യേകിച്ച് വിദേശ പണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന നിയമപ്രശ്നങ്ങളും
ഒക്കെ ഗവൺമെൻറ്റിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഗവൺമെൻറ് ആവശ്യമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഏജൻസി ഇപ്പോൾ എല്ലാ കാലത്തും വരുന്നുണ്ടല്ലോ, നോട്ടീസ് വരും, അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഇടപെടൽ വരും, അതൊക്കെ വരുന്നുണ്ട്. അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ ഒരു പ്രശ്നം മാത്രമല്ല. വിദേശത്തുള്ള പണം അവിടെ പോയി യോഗം ചേരാനും പണം സ്വരൂപിക്കാനൊന്നും ആർക്കും അവകാശമില്ലല്ലോ. അങ്ങനെ വന്ന കാര്യം വെച്ചുകൊണ്ട് എന്താണ് നിയമപരമായ കാര്യം എന്നുള്ളത് ഗവൺമെൻറ് ആലോചിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ. വിവരങ്ങളുമായി ബിനോയ് കൃഷ്ണൻ ചേരുന്നുണ്ട്. ബിനോയ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് വിജിലൻസ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രഹസനം മാത്രമാണ് ഇത് എന്നൊക്കെയാണ് പലരും പ്രതികരിച്ചിരിക്കുന്നത്. രമ്യ, തീർച്ചയായും ഈ പരാതി എന്ന് പറയുന്നത്, അതായത് കേസ് എന്ന് പറയുന്നത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് സെക്ഷൻ 3 സബ്സെക്ഷൻ 2A ഈ നിയമപ്രകാരമുള്ള കേസ് എടുക്കണം എന്നുള്ളതാണ് നിലവിൽ വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്. അപ്പോൾ CBI അന്വേഷിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ശുപാർശ. ഈ നിയമം എന്ന് പറയുന്നത് സ്വകാര്യ, അതായത് വിദേശത്ത് നിന്ന് ഫണ്ട് ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ അതിനുണ്ടാകുന്ന നിയമപ്രശ്നങ്ങളാണ്. അതായത് ഈ ഫണ്ട് സ്വീകരിക്കുന്ന സംഘടന അത് ഏത് തരത്തിലാണ് ഇങ്ങോട്ട് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണോ ഈ ഫണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതായത് ദേശീയ സുരക്ഷാ താല്പര്യങ്ങൾ. 2, ഇതിന്റെ സുതാര്യത. ഇവിടെ ഈ സുതാര്യതയാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതായത് സ്വകാര്യ സന്ദർശനത്തിന് കേന്ദ്ര അനുമതി നേടി വിദേശത്ത് UK-യിലാണ് പോയത്. UK-യിൽ പോയി 22,500 പൗണ്ട്, ഏകദേശം 20 ലക്ഷത്തോളം രൂപ പറവൂർ, അതായത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ, വി.ഡി. സതീശന്റെ മണ്ഡലത്തിലെ പുനർജനി പദ്ധതിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി ആ ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നു ആ പണം എന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിൽ ക്രമക്കേടുണ്ട്, നിയമലംഘനമുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ നിയമം എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് ഇങ്ങനെ വിദേശത്ത് നിന്ന് കോൺട്രിബ്യൂഷൻ സ്വീകരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. അതിൽ ആ നിയന്ത്രണങ്ങളിൽ ഉൾപ്പെടുന്നതാണ് നിയമസഭാ സാമാജികർ, മാധ്യമപ്രവർത്തകര്, നിയമസഭാ സാമാജികര്, NGOs, പൊളിറ്റിക്കൽ പാർട്ടീസ്, ജഡ്ജസ്, ന്യായാധിപന്മാർ, അതുപോലെ ഗവൺമെന്റ് സർവൻസ്. ഇവർക്കൊന്നും ഇങ്ങനെ പണം സ്വീകരിച്ച് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നതിനകത്തൊരു നിയമലംഘനമാണ് സംഭവിച്ചിട്ടുള്ളത് അതാണ് ഈ നിയമം എന്ന് പറയുന്നത്. ഇതിപ്പോ വി.ഡി. സതീശൻ ഇത് നിയമലംഘനം നടത്തി, അത് സാമാജികൻ എന്നുള്ള നിലയ്ക്ക് പറ്റുന്നതല്ല. ഈ 2 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോൾ അത് ചൂണ്ടിക്കാട്ടി CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വി.ഡി. സതീശൻ ഇതിനെ വളരെ നിസ്സാരമായിട്ടാണ് സ്വീകരിക്കുന്നത്. ഒന്ന്, നിയമപരമായും രാഷ്ട്രീയപരമായും അദ്ദേഹം നേരിടും എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്, തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ പലതും വരും, അതുകൊണ്ട് ഞാൻ പേടിച്ചുപോയി എന്ന് പറഞ്ഞേക്ക് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഏതൊക്കെ രീതിയിൽ അന്വേഷിച്ചാലും, ഇത് നേരത്തെ വിജിലൻസ് അന്വേഷിച്ച് ഉപേക്ഷിച്ച കേസാണ്, ഇതിൽ ഏതൊക്കെ രീതിയിൽ അന്വേഷിച്ചാലും ഈ കേസ് നിലനിൽക്കില്ല. CBI വന്നാലും കുഴപ്പമില്ല, ഇത് രാഷ്ട്രീയമായി തന്നെ നേരിടുക എന്നുള്ളതാണ്, നിയമപരമായും രാഷ്ട്രീയമായും നേരിടുക എന്നുള്ളതാണ് വി.ഡി. സതീശന്റെ ഒരു ലൈൻ. കോൺഗ്രസും അത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. രമ്യ, തീർച്ചയായും ബിനോയ്, അതേസമയം തന്നെ നമുക്കറിയാം കഴിഞ്ഞ ഫെബ്രുവരിയിൽ നൽകിയ ശുപാർശയാണിത്. ഇത് ഇത്ര നാളുകളായിട്ടും ഒരു തരത്തിലുമുള്ള ഇടപെടലൊന്നും എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴാണ് ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നും മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം അത് നടത്തിയിട്ടുണ്ടോ? അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നേരത്തെ രമ്യ സൂചിപ്പിച്ചതുപോലെ എന്തൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച വലിയൊരു മേൽക്കൈയുണ്ട്. CPM-ന്റെ ഒരു നില സ്വല്പം അത്ര ഭദ്രമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ ഒരു മുന്നേറ്റത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയമായ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം CPM-ന് ഇതിലുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച മേൽക്കൈയെ അത് ഉപയോഗപ്പെടുത്താൻ എൻകാഷ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്ന ബോധ്യമുണ്ട്. സ്വാഭാവികമായും ഇത്തരം ഒരു കേസൊക്കെ വരുമ്പോൾ ഒന്ന് പ്രതിരോധത്തിലാവും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഒന്ന് പ്രതിരോധത്തിലാവും എന്നൊക്കെ ഒരു ചിന്ത CPM-നുണ്ട് എന്ന് തന്നെ കരുതേണ്ടിയും വരും. അക്കാര്യം തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു നീക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടാകും. ആഭ്യന്തര വകുപ്പാണ് ഈ പറഞ്ഞ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മറ്റൊന്ന്, CBI ഇത് അന്വേഷണത്തിന് ശുപാർശ ചെയ്താലും ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് തീരുമാനിക്കുന്നത് CBI ആണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഇനി വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അത് തന്നെയാണ് വി.ഡി. സതീശൻ പറയുന്നത്. നേരത്തെ വിജിലൻസ് അന്വേഷിച്ച് ഉപേക്ഷിച്ചൊരു കേസാണ്, ഇതിൽ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല എന്നാണ് വി.ഡി. സതീശന്റെ പക്ഷം. ശരി, ബിനോയ് കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നമ്മോടൊപ്പം ഇടത്
നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ റെജി ലൂക്കോസ്. നമസ്കാരം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീഷിനെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ് വിജിലൻസ്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇത് പലതരത്തിലുള്ള പ്രതികരണങ്ങളും അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വരുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ശുപാർശ നൽകിയത്. അത് ഇപ്പോൾ എടുക്കുമ്പോൾ അത് തീർച്ചയായും ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഹസനം അതാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അത് വി.ഡി. സതീശന്റെ പരിഭ്രാന്തിയിൽ നിന്നും അദ്ദേഹത്തിന്റെ അനുകൂലികൾ പുറത്തുവിടുന്ന എന്താ പറയാ പ്രതികരണങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ചെയ്തത് ഗുരുതരമായ തെറ്റ്. കാരണം കേന്ദ്ര വിദേശകാര്യ സാമ്പത്തിക വിനിമയ ചട്ടം അദ്ദേഹം നഗ്നമായി ലംഘിച്ചിരിക്കുന്നു. അദ്ദേഹം വിദേശത്ത് പോകുന്നതിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് മേടിച്ച അനുമതിയിൽ വെറും സന്ദർശനമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെയല്ല MLA എന്നുള്ള രീതിയിൽ ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ സ്പീക്കറിന്റെ അനുമതി വേണം. അതും വാങ്ങാതെ കൊണ്ട് സന്ദർശനത്തിനായി അദ്ദേഹം UK-യിലെത്തുകയും അവിടുന്ന് പുനർജനി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിലേക്ക് ഫണ്ടുകൾ കളക്ട് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം 500 പൗണ്ട് വെച്ച് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്ന ആ വീഡിയോ അത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മറ്റ് മാധ്യമങ്ങളിൽ ഇപ്പോഴും ലഭ്യമാണ്. അപ്പോൾ അത് വിദേശകാര്യ നാണ്യവിനിമയ ചട്ടം നഗ്നമായി ലംഘിച്ച വി.ഡി. സതീശൻ ചെയ്തിരിക്കുന്ന ഗുരുതരമായ തെറ്റാണ്. അത് അന്വേഷണ വിജിലൻസിന് അത് ബോധ്യപ്പെടുകയും CBIക്ക് ശുപാർശ ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് സംസ്ഥാന സർക്കാരിന് അവർ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ആ റിപ്പോർട്ട് കൃത്യമായ രീതിയിൽ CBIയുടെ അന്വേഷണത്തിലേക്ക് വഴിമാറിയാൽ അദ്ദേഹത്തിന്റെ എന്താ പറയാ നിയമസഭാ സഭാചയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ പദവി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അദ്ദേഹം ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതീവ ഗുരുതരമായിട്ടുള്ള തെറ്റാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് തന്നെയുമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം എല്ലാ വിഷയങ്ങളും സംസ്ഥാന സർക്കാരിനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. CBI അന്വേഷിക്കണം എന്നുള്ളവരും. അപ്പോൾ പിന്നെ എന്തിനാണ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തതിൽ പുള്ളി ഭയപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ അനുയായികൾ ഭയപ്പെടുന്നത്? അപ്പൊ അതിന് രണ്ട് രീതിയിലല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വി.ഡി. സതീശൻ ഒരു കുരുക്കിലാണ്. സംസ്ഥാന സർക്കാർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്താൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ സംഭവിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹമായിരിക്കും UDF-നെ നയിക്കുക എന്നത് വളരെ വ്യക്തമാണ്. അതിന് പോലും ഭംഗം വരാനുള്ള സാധ്യതകളുണ്ട്. താനെടുത്ത പല നിഷേധാത്മകമായ നിലപാടുകളും ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെ വെട്ടിലാഴ്ത്താനായിട്ട് പുള്ളി നടത്തിയ നാടകങ്ങളും ഈ ശബരിമല ക്ഷേത്രത്തിന്റെ പേരിൽ പോലും കടന്ന് ആക്രമിച്ചതും അവിടെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾക്ക് പോലും പങ്കുണ്ടെന്ന് പറഞ്ഞതും കൂടാതെ കൊണ്ട് തന്നെ അത് ഇതിനെല്ലാം CBI അന്വേഷണം നടക്കുള്ളൂ പറഞ്ഞുകൊണ്ട് കേരളത്തിലുടനീളം പറഞ്ഞു നടന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ വി.ഡി. സതീശൻ ഇന്ന് CBI അന്വേഷണത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ പോലും ബാധിക്കും. അന്വേഷണത്തിന് അദ്ദേഹം നേരട്ടെ, തെറ്റുകാരനല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ അദ്ദേഹം അഗ്നിശക്തി വരുത്തി പുറത്തു വരട്ടെ. അതിനായി അദ്ദേഹം തയ്യാറാകുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇതിപ്പോൾ പല തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പിലെ ചെപ്പടി വിദ്യകളാണ് ഇതെന്നൊക്കെയാണ് പ്രതികരണങ്ങൾ വരുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ ഇത് സർക്കാരിന് തന്നെ തിരിച്ചടിയാകുമെന്നാണ് UDF പറയുന്നത്. അതിങ്ങനെ വി.ഡി. സതീശൻ സാമ്പത്തികപരമായ രീതിയിലുള്ള തിരിമറികൾ വിദേശത്ത് പോയി നടത്തിയതിന് LDF സർക്കാരിന് എങ്ങനെയാ അത് തിരിച്ചടിയാകുന്നത്? അതൊരു വിചിത്രവാദമാണ്. അതിപ്പോ ഞാൻ പറഞ്ഞേ, ഈ നിലയില്ലാ കയത്തിൽ കൈയും കാലിട്ടടിക്കുമ്പോൾ പല വാദഗതികൾ പറഞ്ഞ് തന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. അതിന്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ പറ്റത്തുള്ളൂ. എന്തായാലും അദ്ദേഹം പുനർജനിയുടെ പേരിൽ പിരിച്ചെടുത്ത പണം ഇതിനെ കുറിച്ച് നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീട് പോലും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ആവശ്യമായ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ഒന്നും അവിടെ നടത്തിയിട്ടില്ല എന്നുള്ളവരും അത് തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഈ പണം എന്തിനു ഉപയോഗിച്ചു? തന്റേതായ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായി അദ്ദേഹം കൈകാര്യം ചെയ്തു. ഇതൊക്കെ തെളിവ് സഹിതം പുറത്തു വരട്ടെ, അത് അന്വേഷിക്കട്ടെ. അന്വേഷണം നേരിടുന്നതിനാ ഭയം? ഇവിടെ എത്രയോ രാഷ്ട്രീയ നേതാക്കൾ അന്വേഷണത്തെ നേരിട്ടിട്ടുണ്ട്, അതിൽ ശിക്ഷിക്കപ്പെട്ടവരുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് മോചനം നേടി അവർ നിരപരാധികളാണെന്ന് നമ്മൾ തിരിച്ചു വന്നവരുണ്ട്. അതിൽ എത്രയോ ആളുകളുണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന എത്രയോ നേതാക്കന്മാരുണ്ട്. അപ്പൊ അതിനോടൊപ്പം അദ്ദേഹവും അന്വേഷണം നേരിടട്ടെ. അന്വേഷണം നേരിടുന്നതിന് എന്തിനാണ് ഈ വിചിത്രമായ വാദഗതികൾ പറയുന്നത്? അപ്പൊ എന്തോ ഭയക്കും എന്നുള്ളതാണ്. എന്തായാലും കേരളം കാത്തിരിക്കുന്നു അദ്ദേഹത്തിനെതിരെയുള്ള നടപടികൾ എന്താണെന്ന് അറിയാനായിട്ട്. അദ്ദേഹം തെറ്റുകാരനല്ല എങ്കിൽ അദ്ദേഹം മോചിതനാകട്ടെ. തെറ്റുകാരനെന്നുള്ള രീതിയിൽ വർണ്ണിക്കാൻ നമ്മളിപ്പോൾ തയ്യാറാവില്ല. അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരാളെ തെറ്റുകാരനാണോ അല്ലയോ എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തുള്ളൂ. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ റെജി ലൂക്കോസ് ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ നമ്മോടൊപ്പം കോൺഗ്രസിൽ നിന്നും രാജു പി നായർ കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ രാജു പി നായർ.
ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് വിജിലൻസ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ്. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രതികരണങ്ങളൊന്നും എത്തിയിട്ടില്ല എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനം അത് തീർത്തും നിർണായകം തന്നെയാണ്. അല്ല, ഇപ്പോ ചെമ്പ് തെളിയുന്ന കാലമാണ്. ഈ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചെമ്പ് തെളിയുന്നതാണ് കാണുന്നത്. ശബരിമല സ്വർണ്ണ ക്ഷേത്രക്കൊള്ള വിഷയത്തിൽ ഉൾപ്പെടെ പ്രതിരോധത്തിലായപ്പോ എങ്ങനെയെങ്കിലും അതിൽ നിന്നൊന്ന് തടിയൂരാൻ വേണ്ടിയിട്ട് നടത്തുന്ന വൃഥാശ്രമമാണിത്. ഇല്ലേ? ഇതിനെ സംബന്ധിച്ച് ഇപ്പോ CPM-ന്റെ പ്രതിനിധി ആണെന്ന് തോന്നുന്നു. അദ്ദേഹം അന്വേഷണം അതിനെ ഭയക്കുന്നത്. ആരാ ഭയന്നത്? ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോ അന്വേഷണം വേണമെന്ന് കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് പറഞ്ഞത് VD സതീശൻ തന്നെയല്ലേ? അതല്ലാതെ മറ്റാരുമല്ലല്ലോ. കേരളത്തിലെ 2 വിജിലൻസ് കോടതികൾ തള്ളിക്കളഞ്ഞ ഒരു ഇതുമില്ലാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ പരാതി, 1 രൂപ പോലും കയ്യിൽ മേടിച്ചിട്ടില്ലാത്ത ആ പുനർജനി പദ്ധതിയെ സംബന്ധിച്ച് നേരത്തെ എങ്ങോ വന്ന റിപ്പോർട്ട് ഇപ്പോ വാർത്തയാക്കുന്നത് ശബരിമലയിലെ ക്ഷേത്രക്കൊള്ളയെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളിൽ നിന്ന് വഴിമാറ്റാൻ വേണ്ടിയിട്ടാണ്. അവരെത്രമാത്രം ശ്രമിച്ചാലും ശരി, ശബരിമല ക്ഷേത്രക്കൊള്ള ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നതല്ല. അതിനുവേണ്ടി എത്രമാത്രം അവർ ശ്രമിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിന്റെ നിയമസഭയിൽ അവിടെ ഉത്തരവാദിത്വമില്ലാതെ ആരോപണം ഉന്നയിച്ചിട്ട് അദ്ദേഹം ജീവിതകാലത്ത് മുഴുവൻ നടത്തിയിട്ടില്ലാത്ത അത്രയും വിദേശയാത്ര 2 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ നടത്തിയെന്ന് ആരോപണം ഉന്നയിച്ചവരാണവർ. അന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് അന്ന് അവിടെ വെച്ച് പറഞ്ഞെന്താ, എന്റെ പാസ്പോർട്ട് ഇതാ നിങ്ങൾ എടുത്തോ, നോക്കിക്കോളൂ എന്നാ പറഞ്ഞത്. അപ്പൊ അത്രമാത്രം ഒളിക്കാനില്ലാതെ അതിനകത്ത് ഞാനൊരു കാര്യം പറയാം, വ്യക്തിപരമായിട്ട് കൂടി ഞാൻ പറയാം. പുനർജനി പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. തകർന്നടിഞ്ഞുപോയ ആ 2018 പ്രളയത്തിൽ തകർന്നടിഞ്ഞുപോയ ആ പറവൂർ നിയോജക മണ്ഡലത്തെ അദ്ദേഹം തിരിച്ച് സർക്കാരിന്റെ സഹായം എത്തുന്നതിന് മുമ്പ് അവിടെ തിരിച്ചു പിടിച്ചത് സാധാരണക്കാരായ മനുഷ്യർക്ക് അത്തരത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സഹായം എത്തിച്ചുകൊണ്ടാണ്. 1 രൂപ പോലും കയ്യിൽ മേടിക്കാതെ അവിടെ ഉപജീവനമാർഗം നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് കന്നുകാലികൾ മുതൽ തയ്യൽ മെഷീൻ മുതൽ അത്തരത്തിൽ ഞാൻ അന്ന് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ തയ്യൽ മെഷീൻ സ്ത്രീകൾക്ക് കിട്ടിയാൽ അവർ തയ്ച്ചുകൊണ്ട് അവരുടെ ജീവിതം കരുപ്പിടിപ്പിച്ചോളും. അതുകൊണ്ട് സ്ത്രീകൾക്ക് ആ സഹായം എത്തിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ നേതൃത്വം കൊടുത്ത ആളാണ്. മാത്രമല്ല, ബർമിംഗ്ഹാമിൽ പോയി പണം ചോദിച്ചു എന്ന് പറയുന്നതിനെ സംബന്ധിച്ച വീഡിയോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം എന്താ ചെയ്തത്, അവിടെ വീട് നഷ്ടപ്പെട്ടു പോയവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പുറത്ത് ചെന്നിട്ട് ആ ലിസ്റ്റുകളും അവരെ സംബന്ധിച്ച കാര്യങ്ങൾ കൊടുത്ത് സഹായിക്കാനുള്ളവർക്ക് നേരിട്ട് അവരെ കണക്ട് ചെയ്ത് കൊടുത്ത ഒരു ഇന്റർമീഡിയറ്ററി ആയിട്ട്, ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായിട്ടാണ് ആ പ്രവർത്തനത്തിൽ പുനർജനി പദ്ധതി അങ്ങനെയാണ്. പുനർജനിക്ക് ഒരു അക്കൗണ്ട് ഇല്ല. ആധികാരികമായി ഞാൻ പറയുന്നു, പുനർജനിക്ക് അന്ന് ഒരു അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് പോലുമില്ല. ഈ ബെനിഫിഷ്യറീസിനെ, തകർന്നുപോയ മനുഷ്യരെ അതിന് സഹായം ചെയ്യാൻ കഴിവുള്ള സുമനസ്സുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് പുനർജനിയുടെ പേരിൽ അന്നത്തെ ചെയ്തത്. അതിന്റെ പേരിൽ നേരത്തെ ഫെമയായിരുന്നു. ആ ഫെമ ഉൾപ്പെടെയുള്ള ആരോപണം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിജിലൻസ് ഉണ്ടായിരുന്നു. വിജിലൻസ് അന്വേഷിച്ചിട്ടൊന്നുമില്ലാന്ന് കണ്ടെത്തി 2 വിജിലൻസ് കോടതികൾ ആ പരാതി തള്ളി. നിയമസഭയ്ക്ക് ഉന്നയിച്ച ആരോപണം ഉന്നയിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ VD സതീശൻ തന്നെ ആവശ്യപ്പെട്ടു. എന്നിട്ട് അന്വേഷിച്ചിട്ട് ഒന്നുമില്ലാതെ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ ഉമ്മൻചാണ്ടിക്കെതിരെ സരിത നായരുടെ ആരോപണങ്ങളിൽ CBI വിളിച്ചുകൊണ്ട് വന്നത് അതേപോലെ തന്നെ ഒരു ഡെജാവു എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ, ഒരു തനിയാവർത്തനം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തെളിയുന്നത് ഇരട്ടച്ചങ്കന്റെ ചെമ്പാണ്. സത്യം പറഞ്ഞാൽ ഇത്രമാത്രം ഒന്നും ഭയക്കരുത് എന്നാണ് പിണറായി വിജയനോട് പറയാനുള്ളത്. പരാജയം രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടാവും. ആ പരാജയമൊക്കെ മുന്നിൽ നിൽക്കുമ്പോ ഭയക്കുകയല്ല വേണ്ടത്. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം കടമെടുക്കുകയല്ലേ. കേന്ദ്രത്തിൽ എന്താ ചെയ്യുന്നത്, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ED കൊണ്ടും CBI കൊണ്ടും ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും പ്രതിപക്ഷത്തിലുള്ള നേതാക്കന്മാരെയും വേട്ടയാടാൻ ശ്രമിക്കും. അതേ മാതൃകയിൽ പിണറായി വിജയൻ മാറാണ്. ഈ BJPയോടുള്ള കൂടെയുള്ള സഹവാസം ഒന്ന് കുറയ്ക്കാൻ പറയണം അങ്ങേരോട്. കുറച്ചാൽ കാരണം നമ്മൾ കുറെ നാൾ ഒരു മനുഷ്യന്റെ ഒപ്പം ജീവിച്ചാൽ അവരുടെ സ്വഭാവം നമുക്കും വന്നു ചേരും എന്ന് പറഞ്ഞ പോലെ BJPയോടൊപ്പമുള്ള ഈ സഹവാസത്തില് ഇത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണത എല്ലാം പിണറായി വിജയനിലേക്ക് എത്തിത്തുടങ്ങി. അതിന്റെ സൂചനയാണ് ഈ കാണുന്നതെല്ലാം. സൂചനയൊന്നുമല്ല, തെളിവാണ്. അപ്പൊ അതുകൊണ്ട് ഭയക്കല്ലേ വിജയ, ഭയക്കല്ലേ ശ്രീ മുഖ്യമന്ത്രി. നിങ്ങൾ ജനങ്ങൾ വിധി എഴുതാൻ കാത്തിരിക്കുന്നതിനെ മാനിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്ന് മാത്രമാണ് ഇതിനകത്ത് പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ രാജു P. നായർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ നമ്മോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോർജ് പൊടിപ്പാറ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ ജോർജ് പൊടിപ്പാറ.
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ട് വിജിലൻസ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. തീർത്തും ആ ഒരു തീരുമാനം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്ന ആ ഒരു തീരുമാനം തീർത്തും നിർണായകം തന്നെയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഇത് CPMന്റെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി മാത്രമാണ് എന്ന് ആണ് പലരും പ്രതികരിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ ഇത് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അതായത് 11 മാസം മുമ്പ് അന്നത്തെ വിജിലൻസ് ഡയറക്ടറുടെ ചുമതല ഉണ്ടായിരുന്ന യോഗേഷ് ഗുപ്ത നൽകിയൊരു ശുപാർശയാണ്. 11 മാസം ഈ കാര്യത്തിൽ ഈ ശുപാർശ അട്ടത്ത് വെച്ച ശേഷം ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 100 ദിവസത്തിൽ താഴെ ആണ് അത് വിജ്ഞാപനം വരാൻ 2 മാസമൊക്കെയാണ് അവശേഷിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇത് പുറത്തുവിടുന്നത്. മാത്രമല്ല, ഇത് പുറത്തു വരുന്ന ദിവസത്തിന്റെ ഒരു പ്രത്യേകത കൂടി കണക്കിലെടുക്കണം. വയനാട് ചിന്തൻ ശിബിരൻ മാതൃകയിൽ കോൺഗ്രസ് അതിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്കെല്ലാം രൂപം നൽകാനായിട്ട് പ്രമുഖ നേതാക്കള്, അതുപോലെ തന്നെ AICC നേതാക്കളും, അതുപോലെ കേരളത്തിലെ പ്രമുഖ നേതാക്കള്, തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു വലിയ ഒരു യോഗം അല്ലെങ്കിൽ ഒരു അവിടെ നടക്കുകയാണ്. ആ ദിവസമാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. നേതാക്കളെല്ലാം അവിടെ എത്തുന്നു, അവരെല്ലാം പതാക ഉയർത്താനൊക്കെ കാത്തു നിൽക്കുന്ന, ആവേശഭരിതരായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ വാർത്ത പുറത്തു വരുന്നത്. മാത്രമല്ല, ഇതിനകത്തൊരു വിരോധാഭാസം ഉള്ളത്, CBI അന്വേഷണത്തെ ഇതുവരെ സ്വാഗതം ചെയ്തത്, CBI അന്വേഷണം കേരളത്തിലെ വിലക്കിയ ഒരു പാർട്ടിയാണ്. അതായത് സംസ്ഥാന സർക്കാരിന്റെ അനുവാദം ഇല്ലാതെ CBIക്ക് ഇവിടെ വരാൻ പാടില്ല എന്നുള്ളൊരു വിലക്ക് പോലും ഏർപ്പെടുത്തിയ ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനമാണ് പല കാര്യങ്ങളിലും ഇപ്പോ ഈ പറഞ്ഞ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്, അതുപോലെ BJP ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആവശ്യങ്ങളോടെല്ലാം മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സർക്കാർ ഈ ഒരു വിഷയത്തില് വിജിലൻസ് പലവട്ടം അന്വേഷിച്ചിട്ട് പലവട്ടം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ട് പോലും ഒന്നും കണ്ടെത്താനാവാത്ത, അല്ലെങ്കിൽ കാര്യമായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന് വിജിലൻസിന് കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമുള്ളൊരു കേസാണ്, അല്ലെ ആരോപണമാണ്. അതുകൊണ്ടാണ് ഇത് കോടതി 2 വട്ടം ഇത് തള്ളിയത്. മാത്രമല്ല, ഇപ്പൊ പറയുന്ന FCRI ചട്ടം ലംഘിച്ചു, അതുകൊണ്ട് അത് അന്വേഷിക്കാൻ വിജിലൻസിന് കഴിയില്ല. അത് CBIക്കാണ് അത് അന്വേഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് CBI അന്വേഷണം ശുപാർശ ചെയ്യുന്നത്. എന്നാൽ വിജിലൻസ് ഈ അന്വേഷണങ്ങളിൽ എന്ത് കണ്ടെത്തിയിട്ടുണ്ട് മുമ്പ് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. കാര്യമായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് വിജിലൻസ് ഈ അന്വേഷണത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ പലതവണ അത് ഒരു തവണ അന്വേഷണം പൂർത്തിയാക്കി ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കേസ് വീണ്ടും ഒരു പരാതിയുടെ പുറത്ത് വീണ്ടും അന്വേഷിച്ചു. അപ്പോഴും അവർക്ക് കാര്യമായിട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇപ്പോ ഈ പുറത്തു വരുന്ന വാർത്തയ്ക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ അന്വേഷണം നടത്തണമെന്നോ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് നിയമത്തിന്റെ കുരുക്കിൽ അല്ലെങ്കിൽ നിയമത്തിന്റെ ഇതിലിട്ട് അതൊന്നും അല്ല. ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിന്റെ ടൈമിംഗ് ആണ്. ആ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മാസങ്ങൾ മാത്രം അവശേഷിക്കുന്നു. കോൺഗ്രസ് അതിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നുള്ള ഏറ്റവും സുപ്രധാനമായ യോഗത്തിലേക്ക് കടക്കുന്നു. ആ ദിവസം ഒരു ഷോക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ആദ്യത്തെ ഷോക്കിന് ശേഷം കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത് പുല്ല് വില പോലും ഇതിന് കൽപ്പിക്കുന്നില്ല. എന്ത് അന്വേഷണം വേണമെങ്കിൽ നടത്തിക്കോട്ടെ, ഞങ്ങൾ അതിന്റെ തന്റെ ഇടത്തോടെ നേരിടും, ഇതിൽ വലിയ അന്വേഷണത്തെ കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ്. നമ്മളിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നുമില്ല. VD സതീശൻ പറഞ്ഞത് നിങ്ങൾ ഏത് അന്വേഷണം നടത്തിക്കോ, പേടിച്ചു പോയത് വേണമെങ്കിൽ MV ഗോവിന്ദനോട് പറഞ്ഞേക്ക് പേടിച്ചു പോയത്. അതായത് ഏത് അന്വേഷണത്തെ രാഷ്ട്രീയമായിട്ടും നിയമപരമായും വ്യക്തിപരമായും നേരിടും എന്ന് തന്നെയാണ് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുന്നത്. ഇവിടെ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അവർക്ക് പറയാവുന്ന ഒരു ന്യായം, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണത്തിലെത്തുന്ന ഒരു സമയത്ത് അന്ന് പിണറായി വിജയനെതിരെ ഇതുപോലൊരു അന്വേഷണം, ലാവൽ കേസിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു എന്നൊരു UDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനേക്കാൾ വലിയൊരു അന്വേഷണം ഇതേ പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ഉമ്മൻചാണ്ടിക്കെതിരെ. എന്താ പറയാ, മറ്റേ സോളാർ കേസിൽ എല്ലാ അന്വേഷണങ്ങളും കേരള സർക്കാരിന്റെ സകല അന്വേഷണങ്ങളും പരാജയപ്പെട്ട് ഒന്നുമില്ലാതെ കണ്ടെത്തിയതിനു ശേഷം CBI അന്വേഷണത്തിന് വിട്ട് ആ അന്വേഷണത്തിന് യാതൊന്നും കിട്ടാത്തത് ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി നേതാക്കളെല്ലാം പുറത്തു വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ ഇന്ന് ഈ യഥാർത്ഥത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായത് സത്യത്തിൽ ഇടതുപക്ഷത്താണോ അതോ കോൺഗ്രസിലാണോ എന്നുള്ളത് സംശയം ഉണ്ടാകുന്ന രീതിയിലാണ് ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം നമ്മൾ കണ്ടത്. CBI അന്വേഷണത്തെ അങ്ങനെ അങ്ങോട്ട് ആവേശത്തോടെ സ്വാഗതം ചെയ്യുന്ന ഒരു സമീപനമൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഒരു പരിധിവരെ ഒരു തണുപ്പാണ് കണ്ടത്. ഇത് തന്നെയാണ് MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ CBI അന്വേഷണം ഒരു അവസാന വാക്കാണെന്നൊന്നും കരുതുന്നില്ല. പിന്നെ ഇത് വിദേശത്തുനിന്ന് പണം പിരിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് സർക്കാർ എല്ലാ വശങ്ങളും പരിഗണിച്ച് ഉചിതമായ തീരുമാനമെടുക്കും എന്നല്ലാതെ ആ അന്വേഷണത്തെ അങ്ങ് അതിര് വിട്ട് സ്വാഗതം ചെയ്യുന്നൊരു സമീപനം
എം വി ഗോവിന്ദന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. കാരണം ഇപ്പൊ തുടർച്ചയായിട്ട് ഇങ്ങനെ തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അകത്തായ നേതാക്കളെല്ലാം ഒന്നൊന്നായി അകത്താവുന്നു, കൂടുതൽ പേര് അകത്താകാൻ കാത്തിരിക്കുന്നു. ഇപ്പൊ ഇതാ ജട്ടി കേസിൽ അവർ 2.5 വർഷം മന്ത്രിയാക്കിയ MLA ആക്കിയ മന്ത്രിയാക്കിയ ആന്റണി രാജു അകത്ത് പോകുന്നു. അദ്ദേഹത്തിന് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നു. ഇതുപോലെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആളെ മറ്റേ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഈ മുഖ്യമന്ത്രിയുടെ ഉണ്ണികൃഷ്ണൻ പറ്റിയുള്ള പടം അത് പറഞ്ഞു എന്ന് പറഞ്ഞ് അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത പോലെ തന്നെ അദ്ദേഹത്തെ വിട്ടയക്കേണ്ടി വരുന്നു. പോറ്റിക്കെതിരെ പാരഡി ഗാനത്തിനെതിരെ ഉള്ള നിയമ നടപടി എങ്ങുമെത്താതെ ഒരു സുപ്രഭാതത്തിൽ ഇട്ടെറിഞ്ഞ് ഓടേണ്ടി വരുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് തിരിച്ചടികൾ നേരിടേണ്ടി വരുന്ന ഒരു സർക്കാർ ചില ഉമ്മാക്കികൾ കാട്ടി പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ എന്തെങ്കിലും കാമ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇതുകൊണ്ടൊക്കെ ഇത്തരം നടപടികൾ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ തെരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടാക്കാൻ ഇടതുമുന്നണിക്ക് കഴിയുമെന്ന് വിചാരിക്കാനും ന്യായമില്ല. നേരെ മറിച്ച് രാഷ്ട്രീയമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ട് ഇത്തരം നടപടികൾക്ക് പകരം സ്വന്തം നഷ്ടമായ ഇമേജ് വീണ്ടെടുക്കാൻ നടപടികൾ എടുത്തുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം കൃത്യമായ ധാരണകളും കൃത്യമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉള്ള ഒരു വ്യക്തിയാണ്. CPM ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും VD സതീശനെ തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു പുനർജനി വിഷയത്തിൽ പലവട്ടം നിയമസഭയിലേക്ക് ഉന്നയിക്കപ്പെട്ട ആരോപണമാണ്. അതിന് അദ്ദേഹം വളരെ ക്ലാരിറ്റിയോടുകൂടി ഒട്ടേറെ തവണ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. വിജിലൻസിന്റെ അന്വേഷണവും പലകുറി കഴിഞ്ഞതാണ്. കോടതിയുടെ പരിഗണനയിലും വന്നതാണ്. എന്നിട്ട് ഈ 40-ാം മണിക്കൂറിൽ അദ്ദേഹത്തിനെതിരെ CBI അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യും എന്ന് ഇടതുമുന്നണി കരുതുന്നുവെങ്കിൽ ആ ഒരു ധാരണ വല്ലാതെ തെറ്റിപ്പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം CBI വരുമെന്നോ അതോ വന്നാൽ തന്നെ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്നോ ഉള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. കാരണം അദ്ദേഹത്തിന് അത്രമാത്രം ആത്മവിശ്വാസമുണ്ട്. നടപടികളെല്ലാം സുതാര്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും കോൺഗ്രസിന് അത് ഭയപ്പെടുന്നില്ല. അവരെ കുറച്ചുകൂടി ഒറ്റക്കെട്ട ആക്കാനാണ്, ഐക്യം ഊട്ടിയുറപ്പിക്കാനാണ് ഈ നടപടി സഹായിച്ചത് എന്നാണ് വയനാട്ടിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ആദ്യം ഒന്ന് പതറിയെങ്കിൽ പോലും പിന്നീട് അവർ സംയമനം വീണ്ടെടുത്ത് വളരെ ശക്തമായി തന്നെ VD സതീശനൊപ്പം അണിനിരക്കുന്ന കാഴ്ചയാണ് KPCC പ്രസിഡന്റ് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ബെന്നി ബെഹനാനും എന്ന് വേണ്ട സകലരും ഒറ്റക്കെട്ടായിട്ട് സതീശനെ രക്ഷയ്ക്ക് അല്ലെങ്കിൽ സതീശനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ചാനൽ വിലയിരുത്തൽ നോക്കുമ്പോഴും ഇത് 11 മാസം മുമ്പ് കൊടുത്തൊരു ശുപാർശയാണ്. ഇത് എന്തിന് ഇത്രയേറെ സമയം കാത്തുവെച്ചു, എന്താണ് ഇപ്പൊ ഇത് പൊടിതട്ടി പുറത്തെടുക്കുന്നതിന്റെ ലക്ഷ്യം എന്ന ചോദ്യവും വളരെ പ്രസക്തമായിട്ട് ചർച്ചകളിൽ നിറയുന്നുണ്ട്. എന്തായാലും ഇതൊരു CPM ആഗ്രഹിക്കുന്ന പോലെ ഒരു വലിയ രാഷ്ട്രീയ ബോംബായി പൊട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. നേരെ മറിച്ച് പലവട്ടം ഈ ബോംബുണ്ടാക്കുന്നതിനിടയിൽ കയ്യിലിരുന്ന് പൊട്ടി കൈ നഷ്ടപ്പെടുന്ന പല CPM RSS പ്രവർത്തകരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ ബോംബ് സ്വന്തം കയ്യിലിരുന്ന് പൊട്ടുമോ എന്ന് പോലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം. കാരണം സമീപകാലത്ത് എന്ത് ചെയ്യുന്നത് തിരിച്ചടിക്കുന്ന ബൂമറാങ് പോലെ സ്വന്തം നെഞ്ചിലേക്ക് തന്നെ വന്നു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനാ ഗതി വരല്ലേ എന്ന് വേണമെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ. ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CBI അന്വേഷണത്തിന് ഇപ്പോൾ ശുപാർശ ചെയ്തുകൊണ്ട് വിജിലൻസ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്തു നിന്ന് ഫണ്ട് പിരിച്ചതിൽ ക്രമക്കേടുണ്ടെന്നാണ് വിജിലൻസ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നതും. അതേസമയം തന്നെ വാർത്തയെ പരിഹാസത്തോടെ നേരിട്ട VD സതീശൻ താൻ പേടിച്ചെന്ന് പറഞ്ഞേക്ക് എന്നാണ് പ്രതികരണം ഉണ്ടായത്. തീർത്തും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു നടപടി അത് തീർത്തും നിർണായകമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതും. ഇലക്ഷനുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള രാഷ്ട്രീയ ബോംബുകൾ അത് ഈ ഒരു വിഷയത്തിൽ പൊട്ടുമോ എന്നുള്ള കാര്യമൊക്കെ കാത്തിരുന്ന് തന്നെ കാണാമെന്നാണ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി.